തൃപ്രയാർ പാലത്തിനു സമീപം ആനയിടഞ്ഞു. കൊമ്പൻ പൂതൃക്കോവിൽ പാർത്ഥസാരഥിയാണ് ഇടഞ്ഞത്. ഇടഞ്ഞ ആന 4 വാഹനങ്ങൾ തകർത്തു. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ കുത്തിവയ്പ്പിനെ തുടർന്ന് 7 വയസ്സുകാരന് നടക്കാൻ കഴിയാതെയായ സംഭവം. ആരോപണ വിധേയയായ ഡോക്ടറെയും അന്വേഷണ വിധേയമായി ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. പഴഞ്ഞി പെങ്ങാമുക്കിൽ വീടിന് തീപിടിച്ചു. വസ്ത്രങ്ങളും ഫർണിച്ചറും ഇലക്ട്രോണിക് ഉപകരണങ്ങളും കത്തിനശിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ കെ പി വിശ്വനാഥന് അന്ത്യാഞ്ജലി. പുതുക്കാട് പാർട്ടി ഓഫീസിൽ പൊതുദർശനത്തിൽ വെച്ച മൃതദേഹത്തിൽ 100 പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. സംസ്കാരം ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3 പാറമേക്കാവ് ശാന്തിഘട്ടിൽ. വാർത്തകൾ വിശദമായി. തൃപ്രയാറിൽ ഇടഞ്ഞ ആന 4 വാഹനങ്ങൾ തകർത്തു. എൽത്തുരുത്ത് പൂതൃക്കോവിൽ പാർത്ഥസാരഥി എന്ന ആനയാണ് ഇടഞ്ഞത്. തൃപ്രയാർ ക്ഷേത്രം ആനപ്പറമ്പിൽ വെച്ചായിരുന്നു സംഭവം. തൃപ്രയാർ ക്ഷേത്രത്തിൽ ശീവേലി എഴുന്നള്ളിപ്പിന് കൊണ്ടുവന്നതായിരുന്നു പിതൃക്കോവിൽ പാർത്ഥസാരഥി എന്ന ആനയെ. ക്ഷേത്രം ആനപ്പറമ്പിലാണ് ആനയെ തളച്ചിരുന്നത്. വൈകിട്ട് 4 മണിയോടെ ആനയ്ക്ക് പാപ്പാന്മാർ വെള്ളം കൊടുക്കുന്നതിനിടെ ഇടഞ്ഞോടുകയായിരുന്നു. ഈ സമയം ഏതാനും ആനകൾ ആനപ്പറമ്പിൽ ഉണ്ടായിരുന്നു. ഇടഞ്ഞോടിയ ആന ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടവഴി രാധാകൃഷ്ണ ഓഡിറ്റോറിയത്തിന് മുന്നിലൂടെ പുത്തൻകുളത്തിന് പുറകിലെ പറമ്പിലേക്ക് കയറി. ഇതിനിടെ ആനയെ അനുനയിപ്പിക്കാൻ പാപ്പാന്മാർ നടത്തിയ ശ്രമങ്ങൾ വിജയിച്ചില്ല. വിവരമറിഞ്ഞ് വലപ്പാട് പോലീസ്, നാട്ടിക ഫയർഫോഴ്സ്, എലിഫന്റ് സ്ക്വാഡ്, സിവിൽ ഡിഫൻസ് അംഗങ്ങൾ എന്നിവർ സ്ഥലത്തെത്തി. പുത്തൻകുളത്തിന് സമീപത്തെ പറമ്പിൽ നിന്ന് പാപ്പാന്മാരെ വിരട്ടിയോടിച്ച ആന തൃപ്രയാർ തൃശൂർ സംസ്ഥാന പാതയിലേക്ക് ഓടിക്കയറിയത് കൂടുതൽ പരിഭ്രാന്തിക്കിടയാക്കി. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ വരുന്ന സമയമായതിനാൽ പോലീസിന്റെ ഇടപെടലിൽ ഈ ഭാഗത്ത് ഗതാഗതം ഉടൻ തടയുകയായിരുന്നു. ഇതിനിടെ ഇടഞ്ഞ ആന അയ്യപ്പ ഭക്തർ വന്ന 2 ട്രാവലർ വാനുകളും ഒരു കാറും തകർത്തു. അനുനയിപ്പിക്കാൻ ശ്രമിച്ച പാപ്പാന്മാരെ വീണ്ടും പുത്തൻകുളത്തിന് പുറകിലെ പറമ്പിലേക്ക് ഓടിച്ചകറ്റി വീണ്ടും റോഡിലേക്ക് കയറിയ ആന റോഡരികിൽ ഏകാദശി വിൽപ്പനയ്ക്കായി സ്ഥാപിച്ച വഴിവാണിഭ കട തകർത്തു. തുടർന്ന് റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന മറ്റൊരു കാറും തകർത്ത ആന സമീപത്തെ പറമ്പിലേക്ക് കുത്തിമറിച്ചിട്ടു. 1.25 മണിക്കൂറോളം പ്രദേശത്തെ ജനങ്ങളെ പരിഭ്രാന്തിയിലാക്കിയ ആനയെ വൈകിട്ട് 5:45 എലിഫന്റ് സ്ക്വാഡും പാപ്പാന്മാരും ചേർന്ന് തളയ്ക്കുകയായിരുന്നു. ആന ഇടഞ്ഞത് മൊബൈൽ ഫോണിൽ പകർത്താൻ ശ്രമിച്ച ഒരു കൂട്ടം ആളുകളാണ് ഇടഞ്ഞ ആനയെ തളയ്ക്കുന്നതിന് ഏറെ തടസ്സം സൃഷ്ടിച്ചത്. തൃപ്രയാർ. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ തലവേദനയ്ക്ക് ചികിത്സ തേടിയെത്തിയ 7 വയസ്സുകാരന് കുത്തിവയ്പ്പിനെ തുടർന്ന് നടക്കാൻ കഴിയുന്നില്ലെന്ന പരാതിയിൽ ആരോപണ വിധേയയായ ഡോക്ടറെയും അന്വേഷണ വിധേയമായി മാറ്റി. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഡിഎംഒ ചുമതലപ്പെടുത്തിയ ഡെപ്യൂട്ടി ഡിഎംഒ ഡോക്ടർ ഷീജയുടെ നേതൃത്വത്തിലുള്ള സംഘം വെള്ളിയാഴ്ച താലൂക്ക് ആശുപത്രിയിലെത്തി അധികൃതരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു. ഇതേ തുടർന്നാണ് കുട്ടിക്ക് കുത്തിവയ്പ് എടുക്കാൻ നിർദ്ദേശിച്ച ഡോക്ടറെയും അന്വേഷണ വിധേയമായി മാറ്റി നിർത്താൻ തീരുമാനിച്ചത്. ഡെപ്യൂട്ടി ഡിഎംഒയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് ഡിഎംഒയ്ക്ക് സമർപ്പിക്കുന്ന മുറയ്ക്ക് സംഭവത്തിൽ കൂടുതൽ നടപടികളുണ്ടാകുമെന്നാണ് കരുതുന്നത്. ഇതിനിടെ മുസ്ലിം യൂത്ത് ലീഗ് ഗുരുവായൂർ നിയോജകമണ്ഡലം കമ്മിറ്റി നേതാക്കൾ പ്രതിഷേധവുമായി ആശുപത്രിയിൽ എത്തി. ആശുപത്രി സൂപ്രണ്ടിനെയും ഡെപ്യൂട്ടി ഡിഎംഒയെയും കണ്ട് ആരോപണ വിധേയയായ ഡോക്ടറെ മാറ്റി നിർത്തണമെന്ന ആവശ്യമുന്നയിച്ചു. ഡോക്ടർ ആശുപത്രിയിൽ ഒപിയിൽ സേവനം തുടരുന്നതിനിടെയാണ് യൂത്ത് ലീഗ് നേതാക്കൾ പ്രതിഷേധവുമായി ആശുപത്രിയിൽ എത്തിയത്. വകുപ്പുതല അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്ന് ഉറപ്പ് ലഭിച്ചതിനെ തുടർന്നാണ് പ്രതിഷേധം അവസാനിപ്പിച്ചതെന്ന് യൂത്ത് ലീഗ് നേതാക്കൾ പറഞ്ഞു. പഴഞ്ഞി പേങ്ങാമുക്കിൽ വീടിന് തീപിടിച്ചു. പേങ്ങാമുക്ക് ഹൈസ്കൂളിന് സമീപം തനിച്ചു താമസിക്കുന്ന കുഞ്ഞുകുട്ടിയുടെ വീടിനാണ് തീപിടിച്ചത്. ആളപായമില്ല. വീടിനുള്ളിൽ നിന്ന് പുക ഉയർന്ന നിമിഷങ്ങൾക്കകം തീ ആളിപ്പടർന്നു. തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ തീയണയ്ക്കാൻ ശ്രമം നടത്തിയെങ്കിലും വിഫലമായതിനെ തുടർന്ന് കുന്നംകുളം അഗ്നിരക്ഷാസേനയെ വിവരമറിയിക്കുകയായിരുന്നു. സ്റ്റേഷൻ ഓഫീസർ ബി വൈശാഖിന്റെ നേതൃത്വത്തിലുള്ള അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് തീ അണയ്ക്കാനായത്. വീടിന്റെ ചുമരുകൾ തകർന്നു വീഴുകയും വീട്ടിൽ സൂക്ഷിച്ച വസ്ത്രങ്ങളും ഫർണിച്ചറും ഇലക്ട്രോണിക് ഉപകരണങ്ങളും കത്തിനശിക്കുകയും ചെയ്തു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ കെ പി വിശ്വനാഥൻ അന്തരിച്ചു. 83 വയസ്സായിരുന്നു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം. ശനിയാഴ്ച രാവിലെ 9:30 മുതൽ 12:30 വരെ തൃശൂർ DCC ഓഫീസിൽ പൊതുദർശനത്തിന് വയ്ക്കും. സംസ്കാരം ഉച്ചതിരിഞ്ഞ് 3 പാറമേക്കാവ് ശാന്തിഘട്ടിൽ നടക്കും. 2 തവണ മന്ത്രിയും 6 തവണ നിയമസഭാംഗവുമായിരുന്നു.
കുന്നംകുളത്ത് കല്ലായിൽ പാങ്ങന്റെയും പാറുക്കുട്ടിയുടെയും മകനായി 1940 ഏപ്രിൽ 22 ജനിച്ച വിശ്വനാഥൻ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം തൃശൂർ കേരളവർമ്മ കോളേജിൽ നിന്ന് ബിരുദം നേടി. അഭിഭാഷകൻ കൂടിയായിരുന്നു കെ.പി. വിശ്വനാഥൻ. യൂത്ത് കോൺഗ്രസ് വഴിയായിരുന്നു രാഷ്ട്രീയ പ്രവേശനം. 1967 മുതൽ 1970 വരെ സംഘടനയുടെ തൃശൂർ ജില്ലാ പ്രസിഡന്റായിരുന്നു. 1977 1980 കുന്നംകുളം നിയോജകമണ്ഡലത്തിൽ നിന്നും 1987, 91, 96 എന്നീ വർഷങ്ങളിൽ 2001 കൊടകര നിയോജകമണ്ഡലത്തിൽ നിന്നും നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 1991 മുതൽ 94 വരെ കെ. കരുണാകരന്റെയും 2004 മുതൽ 2005 വരെ ഉമ്മൻചാണ്ടി സർക്കാരിലും വനം വകുപ്പ് മന്ത്രിയായിരുന്നു. ഹൈക്കോടതി പരാമർശത്തെ തുടർന്ന് രാജിവെച്ചു. 2006-2011 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കൊടകരയിൽ നിന്ന് മത്സരിച്ചുവെങ്കിലും CPM-ലെ സി രവീന്ദ്രനാഥിനോട് പരാജയപ്പെട്ടു. വനം മന്ത്രിയായിരിക്കെ മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തനങ്ങളിലും വനസംരക്ഷണത്തിലും കൈവരിച്ച പ്രകടനത്തിന് ആന്റി നർക്കോട്ടിക് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ദേശീയ അവാർഡ് നേടിയിട്ടുള്ള അദ്ദേഹത്തിന് മികച്ച പാർലമെന്റേറിയൻ അവാർഡും ലഭിച്ചിട്ടുണ്ട്. KPCC എക്സിക്യൂട്ടീവ് അംഗവും തൃശൂർ DCC സെക്രട്ടറി, കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി അംഗം, ഖാദി ബോർഡ് അംഗം, KSRTC ഡയറക്ടർ ബോർഡ് അംഗം, തൃശൂർ ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ്, കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ മാനേജിംഗ് കമ്മിറ്റി അംഗം, സംസ്ഥാന സഹകരണ ബാങ്ക് ചെയർമാൻ, ഡയറക്ടർ എന്നിങ്ങനെയുള്ള മേഖലകളിലും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ജയപരാജയങ്ങൾ മാറിമറിഞ്ഞ കെ.പി. വിശ്വനാഥന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ കൊടകരയിൽ മത്സരിക്കാനെത്തിയതാണ് വഴിത്തിരിവായത്. ചുവപ്പുകോട്ടയായിരുന്ന കൊടകരയിൽ 1987 ആദ്യ മത്സരത്തിനിറങ്ങിയ കെ.പി. കോൺഗ്രസിന്റെ വിജയക്കൊടി പാറിച്ചത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉരുക്കുകോട്ടയായിരുന്ന കൊടകരയിൽ തുടർച്ചയായി 4 തവണ ജയിച്ചു കയറിയ കെ.പി. മണ്ഡലത്തിന്റെ മുഖച്ഛായ മാറ്റിയ വികസന പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിച്ചു. കാർഷിക രംഗത്തും ജലസേചന മേഖലയിലും വലിയ പദ്ധതികൾ കൊണ്ടുവരുവാൻ വിശ്വനാഥന് കഴിഞ്ഞു. വനം, തോട്ടം മേഖലയിൽ കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് ഫോറസ്റ്റ് റോഡ് പദ്ധതി കെ.പി. മന്ത്രിയായിരിക്കെയാണ് നടപ്പിലാക്കിയത്. ചെമ്മിനി ഡാം മേഖലകളെയും ആദിവാസി തോട്ടം തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങളെയും ബന്ധിപ്പിക്കുന്ന നിരവധി റോഡുകൾ പദ്ധതിയിലൂടെ യാഥാർത്ഥ്യമായി. മേഖലയിലെ പ്രധാന കാർഷിക ജലസേചന പദ്ധതികളായ തോട്ടുമുഖം, ആറ്റപ്പള്ളി പദ്ധതികൾ അക്കാലത്ത് തുടക്കമിട്ടവയാണ്. വരന്തരപ്പള്ളി, തൃക്കൂർ, അളഗപ്പനഗർ പഞ്ചായത്തുകളിൽ നിരവധി പദ്ധതികൾ കെ.പി.യുടെ കാലത്ത് നടപ്പാക്കി. ആന്റണിയും ഉമ്മൻചാണ്ടിയുമായുള്ള ആത്മബന്ധം മണ്ഡല വികസനത്തിനും ഫണ്ട് ലഭ്യമാക്കുന്നതിനും പ്രയോജനപ്പെടുത്താൻ കെ.പി.ക്ക് കഴിഞ്ഞു. കൊടകര പുതുക്കാടായതോടെ കഥ മാറി. ഹൈക്കോടതി പരാമർശത്തെ തുടർന്ന് മന്ത്രിസ്ഥാനം രാജിവെച്ച വിശ്വനാഥൻ തുടർന്നു വന്ന തെരഞ്ഞെടുപ്പിൽ പരാജയമറിഞ്ഞു. CPM സ്ഥാനാർത്ഥി സി രവീന്ദ്രനാഥിന് മുന്നിൽ കെ.പി. എന്ന അതികായന് അടിതെറ്റി. 2006 2011 രവീന്ദ്രനാഥ് വിജയിച്ചു. തെരഞ്ഞെടുപ്പ് പരാജയങ്ങൾ കെ.പി. വിശ്വനാഥൻ എന്ന ഗ്രൂപ്പ് നേതാവിനെ ഒരുവിധത്തിലും തളർത്തിയില്ല. എ ഗ്രൂപ്പിലെ കെ.പി. വിഭാഗം കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ശക്തമായി നിലകൊണ്ടു. പൊതു തെരഞ്ഞെടുപ്പുകളിലും പാർട്ടി ഭാരവാഹിത്വങ്ങൾ പങ്കുവയ്ക്കുമ്പോഴും കെ.പി. അവസാന വാക്കായിരുന്നു. അസുഖബാധിതനായിരിക്കുമ്പോഴും കഴിഞ്ഞ ബ്ലോക്ക് പ്രസിഡന്റ് സ്ഥാനങ്ങൾ നിർണയിച്ചതിൽ കെ.പി.യുടെ സ്വാധീനം നിർണായകമായിരുന്നു. പുതുക്കാട്, ആമ്പല്ലൂർ, കുന്നംകുളം ബ്ലോക്ക് പ്രസിഡന്റ് സ്ഥാനങ്ങൾ വെച്ചുമാറലുകളിൽ വിശ്വനാഥന്റെ സ്വാധീനമുണ്ടായിരുന്നുവെന്നത് പരസ്യമായ രഹസ്യമാണ്. സ്വന്തം നിലപാടുകളിലും അഭിപ്രായങ്ങളിലും ഉറച്ചുനിന്ന കെ.പി. ഹൈക്കമാൻഡിനും KPCCക്കും വഴങ്ങാതിരുന്ന സന്ദർഭങ്ങൾ നിരവധിയാണ്. കെ.പി.യുടെ മരണത്തോടെ കോൺഗ്രസ് ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ ഭാഗധേയം നിശ്ചയിച്ചിരുന്ന അതികായനാണ് ഓർമ്മയാകുന്നത്. TCV പുതുക്കാട്. അന്തരിച്ച മുൻമന്ത്രി കെ.പി. വിശ്വനാഥന്റെ ഭൗതികദേഹം പുതുക്കാട് കോൺഗ്രസ് ഭവനിൽ പൊതുദർശനത്തിന് വെച്ചു. നൂറുകണക്കിന് പേർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. മുൻമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, കെ രാമചന്ദ്രൻ MLA, TJ സനീഷ് കുമാർ MLA, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ VS പ്രിൻസ്, സരിത രാജേഷ്, CPM ഏരിയ സെക്രട്ടറി PK ശിവരാമൻ, TA രാമകൃഷ്ണൻ, K ശ്രീകുമാർ, സുനിൽ അന്തിക്കാട്, ഷാജി കോടങ്കണ്ടത്ത്, K ഗോപാലകൃഷ്ണൻ, സെബി കൊടിയൻ, TM ചന്ദ്രൻ തുടങ്ങിയവർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. ജൻസൺ അല്ല വഴിയുടെ എയർപോർട്ട് ആൾക്കാർ ജില്ലാ സഹകരണ ബാങ്ക് മാള ശാഖയിൽ നിന്ന് വായ്പയെടുത്ത് കുടിശ്ശികയായപ്പോൾ അദാലത്തിൽ പണമടച്ച് തീർപ്പാക്കിയ ശേഷം തിരിച്ചു നൽകാതിരുന്ന ആധാരം ചന്ദ്രന് വീട്ടിലെത്തിച്ചു കൊടുത്തു. 6.5 വർഷത്തെ പരാതികൾക്കൊടുവിലാണ് ആധാരം തിരിച്ചു കിട്ടിയത്.
ആധാരം തിരിച്ചു കിട്ടാത്തത് സംബന്ധിച്ച നിരവധി പരാതികളാണ് പൊയ്യ കരിച്ചിലപ്പറമ്പിൽ ചന്ദ്രൻ നൽകിയിരുന്നത്. ആധാരം തിരിച്ചു കൊടുത്തപ്പോൾ നേരത്തെ നൽകിയ പരാതികൾ പിൻവലിക്കണമെന്ന് ബാങ്ക് അധികൃതർ അഭ്യർത്ഥിക്കുകയും ചെയ്തു. 2017 25,000 രൂപ അടച്ച് അദാലത്തിൽ തീർപ്പാക്കി രേഖാമൂലം ബാങ്ക് വായ്പ അവസാനിപ്പിച്ചത്. ഇതിന്റെ രേഖകൾ സഹിതമാണ് പരാതി നൽകിയത്. ആധാരം തിരിച്ചു നൽകാനാകില്ലെന്ന നിലപാടിലായിരുന്നു ബാങ്ക് അധികൃതർ. അദാലത്തിൽ തീർപ്പാക്കിയത് കുറഞ്ഞ തുകയിലായിരുന്നതിനാൽ അംഗീകരിക്കാൻ കഴിയില്ലെന്ന നിലപാടാണ് ബാങ്ക് സ്വീകരിച്ചത്. എന്നാൽ വായ്പ അവസാനിപ്പിച്ചുവെന്ന രേഖ ബാങ്ക് അധികൃതർ ചന്ദ്രന് നൽകുകയും ചെയ്തിരുന്നു. ചേലക്കര ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ നടന്ന യൂണിയൻ തെരഞ്ഞെടുപ്പിൽ KSUവിന് വൻ വിജയം. 22 വർഷങ്ങൾക്ക് ശേഷമാണ് ചേലക്കര ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ KSU വിജയം നേടുന്നത്. ഫുൾ പാനൽ നേടിയാണ് KSUവിന്റെ വിജയം. KSUവിന്റെ പാനലിൽ മത്സരിച്ച 7 പേരും മികച്ച ഭൂരിപക്ഷത്തോടെയാണ് വിജയിച്ചത്. ചെയർമാനായി മുഹമ്മദ് മിശാൽ, വൈസ് ചെയർമാനായി PG അർജുൻ, ലേഡീസ് വൈസ് ചെയർമാനായി നന്ദന കൃഷ്ണ, ജനറൽ സെക്രട്ടറിയായി KR റോഷൻ, പോളി യൂണിയൻ കൌൺസിലറായി ഡെറിക് ജോൺ, മാഗസിൻ എഡിറ്ററായി TP യദുകൃഷ്ണൻ, ആർട്സ് ക്ലബ് സെക്രട്ടറിയായി AR വർഷ എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു. KSU പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. ചെണ്ടകലാകാരൻ പുതുരുത്തി കോട്ടപ്പുറം സ്വദേശി മുകുന്ദൻ മാരാർ അന്തരിച്ചു. 74 വയസ്സായിരുന്നു. പാറമേക്കാവിന്റെ വലംതല ചെണ്ടകലാകാരനായിരുന്നു. ഏകദേശം 25 വർഷത്തോളം പാറമേക്കാവിന്റെ മേളങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ശാരീരിക അസ്വസ്ഥതകൾ മൂലം 2 വർഷം മുൻപ് വിരമിച്ചു. പാറമേക്കാവിന്റെ തിമില കലാകാരൻ കോട്ടപ്പുറം ഉണ്ണികൃഷ്ണൻ മകനാണ്. പഞ്ചവാദ്യ പ്രമാണി പരക്കാട് തങ്കപ്പൻ മാരാരുടെ സഹോദരിയുടെ ഭർത്താവ് കൂടിയാണ് മുകുന്ദൻ മാരാർ. ഭാരതീയ വിദ്യാനികേതൻ തൃശൂർ ജില്ലാ കലോത്സവം തിരുവത്ര ശ്രീനാരായണ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ തുടരുന്നു. മുൻ DGP ജേക്കബ് തോമസ് കലോത്സവം ഉദ്ഘാടനം ചെയ്തു. കലാമണ്ഡലം ഹൈമാവതി ഭദ്രദീപം തെളിയിച്ചു. ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ പ്രസിഡന്റ് KS ജയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഭാരതീയ വിദ്യാഭവൻ സംസ്ഥാന ഉപാധ്യക്ഷൻ M വേണുഗോപാൽ, ഭാരതീയ വിചാരകേന്ദ്രം മധ്യമേഖലാ ജനറൽ സെക്രട്ടറി ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. 26 സ്കൂളുകളിൽ നിന്നായി 1300ഓളം വിദ്യാർത്ഥികളാണ് കലോത്സവത്തിൽ മാറ്റുരയ്ക്കുന്നത്. കലോത്സവം ശനിയാഴ്ച വൈകിട്ട് സമാപിക്കും. ഉദ്ഘാടനം നടത്തി 1 വർഷം പിന്നിട്ടിട്ടും പഴയന്നൂരിലെ ഷീ ലോഡ്ജ് തുറന്നുകൊടുത്തില്ല. പഴയന്നൂർ പഞ്ചായത്ത് പരിധിയിൽ ജോലിക്കായും മറ്റും വരുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതമായി താമസിക്കാൻ ഒരു ഇടം എന്ന ലക്ഷ്യത്തോടെയാണ് പഴയന്നൂരിൽ ഷീ ലോഡ്ജ് നിർമ്മിച്ചത്. 2022 മന്ത്രി K രാധാകൃഷ്ണനാണ് പഴയന്നൂരിലെ ഷീ ലോഡ്ജിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. 40 ലക്ഷം രൂപ ചെലവഴിച്ച് പഞ്ചായത്തിലെ 4ാം വാർഡിലാണ് ഷീ ലോഡ്ജ് പണി കഴിപ്പിച്ചത്. വള്ളിപ്പടർപ്പുകൾ പടർന്നുപിടിച്ചും കെട്ടിടം പൊടിപിടിച്ചും ലക്ഷങ്ങൾ ചിലവാക്കി നിർമ്മിച്ച കെട്ടിടം നിലവിൽ കാട് പിടിച്ചു കിടക്കുന്ന അവസ്ഥയിലാണ്. ലൈഫ് മിഷൻ ഗുണഭോക്താക്കൾക്ക് ഫണ്ട് ലഭിക്കുന്നില്ല എന്നാരോപിച്ച് BJP വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ കടങ്ങോട് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയ സമരം മനഃപൂർവ്വം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണെന്ന് പ്രസിഡന്റ് മീന സാജൻ പറഞ്ഞു. കടങ്ങോട് തെക്കുമുറിയിൽ തങ്കമ്മവും കുടുംബവും താമസിച്ചിരുന്ന വീട് ഇടിഞ്ഞു വീണതിനെ തുടർന്ന് തന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ സന്ദർശനം നടത്തി ഇവർക്ക് ലൈഫ് പദ്ധതിയിൽ പ്രത്യേകം പരിഗണന നൽകി വീട് പുനർനിർമ്മിക്കാൻ ഫണ്ട് അനുവദിച്ചിരുന്നു. എന്നാൽ ലൈഫിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് വീട്ടുകാരെ അറിയിക്കാനോ ആനുകൂല്യങ്ങൾ വാങ്ങി നൽകാനോ വാർഡ് മെമ്പർ അഭിലാഷ് തയ്യാറായിരുന്നില്ല. തറ നിർമ്മാണത്തിനായി 1ാം ഘട്ടം ഫണ്ട് നൽകുകയും 2ാം ഘട്ടം ഫണ്ട് പാസാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത് മറച്ചുവെച്ച് ഗുണഭോക്താക്കളെ ഫണ്ട് ലഭിക്കാൻ താമസമെടുക്കുമെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാണ് സമരം നടത്തിച്ചത്. വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താൻ BJP അംഗങ്ങൾ നടത്തുന്ന നുണപ്രചരണങ്ങൾ ജനങ്ങൾ തിരിച്ചറിയണമെന്നും പ്രസിഡന്റ് മീന സാജൻ പറഞ്ഞു. ഗുണഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് BJP നടത്തിയ സമരമാണ്. കുറച്ച് മാസങ്ങൾക്ക് മുന്നേ അവരുടെ വീട് തകർന്നു വീഴുകയും പ്രസിഡന്റായ ഞാനും വൈസ് പ്രസിഡന്റും മറ്റു അംഗങ്ങളും കൂടിയാണ് ആ വീട് സന്ദർശിച്ച് അവർക്ക് എഗ്രിമെന്റ് വെക്കുവാനുള്ള നിർദ്ദേശം നൽകുകയും അതിനുള്ള ഇടപെടലുകൾ നടത്തുകയും ചെയ്തിരുന്നു. ഈ വാർഡ് മെമ്പറായ 4ാം വാർഡ് മെമ്പർ BJPയുടെ മെമ്പർ അവർക്ക് എഗ്രിമെന്റ് വെക്കാനുള്ള ഒരു ഇടപെടലും ലൈഫ് ഗുണഭോക്താവാണെന്നുള്ള കൂടി അവരെ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ഇടപെടൽ നടത്തി മാസങ്ങൾക്ക് മുന്നേ നമ്മൾ എഗ്രിമെന്റ് വെക്കാനുള്ള എല്ലാ നടപടികളും വൈസ് പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിലാണ് അവർ എഗ്രിമെന്റ് വെച്ചത്. ആദ്യ ഗഡു അവർക്ക് നൽകുകയും ചെയ്തു. തർപ്പണി അവർ പൂർത്തീകരിച്ചു. 2ാം ഗഡുവിനായി അവർ വന്നപ്പോൾ തന്നെ നമ്മൾ അവർക്കുള്ള ഫണ്ടിനുള്ള റിക്വസ്റ്റ് ചെയ്തിരുന്നു.
അവരോട് രണ്ടാം ഘട്ടമായ ചുമരുപണി തുടങ്ങിക്കോളൂ, ഉടനടി ഫണ്ട് ഇടാമെന്ന് ഇന്നലെയും കൂടി അവർ വന്നപ്പോൾ അത് പറഞ്ഞ് നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി വിട്ടതാണ്. അവരെ പിറ്റേ ദിവസം വീണ്ടും BJPയുടെ നേതൃത്വത്തിൽ മെമ്പർമാർ കൊണ്ടുവന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് ഈ സമരം നടത്തിയത്. ഈ സമരം നടത്താനുള്ള കാരണം കൊരട്ടി ജംഗ്ഷനെ രണ്ടായി വേർതിരിക്കുന്ന കൊരട്ടിയിലെ അടിപ്പാതയ്ക്ക് പകരം തൂണുകളോട് കൂടിയ മേൽപ്പാലം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് LDF കൊരട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ ധർണാ സമരം സംഘടിപ്പിച്ചു. കേരള കോൺഗ്രസ് M സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം ഡെന്നീസ് കെ ആന്റണി ധർണ ഉദ്ഘാടനം ചെയ്തു. LDF പഞ്ചായത്ത് സെക്രട്ടറി KP തോമസ് അധ്യക്ഷത വഹിച്ചു. കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു, പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് KR സുമേഷ്, സിനിമാ സംവിധായകൻ ടോം ഇമ്മട്ടി തുടങ്ങിയവർ പങ്കെടുത്തു. ഇളം കൈയിൽ കടിഞ്ഞാൺ ഭദ്രം, കുഞ്ഞ് ഐഷയുടെ കുതിരസവാരി വൈറലാണ്. ഐഷ തൻഹ എന്ന വിദ്യാർത്ഥിനിയുടെ സ്കൂളിലേക്കുള്ള യാത്ര കുതിരപ്പുറത്താണ്. അഴീക്കോട് പുത്തൻപള്ളി ബീച്ച് റോഡിലുള്ള വീട്ടിൽ നിന്നും ഗവൺമെന്റ് UP സ്കൂളിലേക്ക് മിക്ക ദിവസങ്ങളിലും സ്വന്തം കുതിരപ്പുറത്താണ് ഈ UKG വിദ്യാർത്ഥിനി സവാരി നടത്തുന്നത്. 5 വയസ്സുകാരി ഐഷ തൻഹയുടെ ഉറ്റ ചങ്ങാതിയാണ് 4.5 വയസ്സുകാരി ഹൈറ എന്ന കുതിര. 3 മാസം പ്രായമുള്ളപ്പോഴാണ് ഐഷ ആദ്യമായി കുതിരപ്പുറത്ത് കയറിയത്. കുതിരക്കമ്പക്കാരനായ വാപ്പ താഹിർ അഴീക്കോടാണ് ഐഷയെ കുതിര സവാരി പഠിപ്പിച്ചത്. കുഞ്ഞായിരിക്കുമ്പോൾ മുതൽക്കേ കുതിരയുമായി ഇണങ്ങിയ ഐഷ ഇപ്പോൾ യാതൊരു പേടിയുമില്ലാതെ ഹൈറയെ നിയന്ത്രിച്ച് സവാരി നടത്തുന്നുണ്ട്. വാഹനത്തിരക്കേറിയ റോഡിലൂടെ ഐഷ സവാരി നടത്തുമ്പോൾ താഹിറും കൂടെയുണ്ടാകും. ഞാൻ ഈ റൈഡിങ് ക്ലാസ്സിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ട് വേണം അടുത്ത കുട്ടികളും ഇതേപോലെ വരാനായിട്ട്. എല്ലാവരും കുതിരനെ ഓടിക്കണം എന്നുള്ള ആഗ്രഹമാണ്. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തന്നെ കുതിര വരും. ആ ടൈമിനൊക്കെ അവൾ പ്രാക്ടീസ് ചെയ്യാൻ കൊടുക്കാറുണ്ട്. ഇപ്പോൾ കണ്ടിന്യൂ ആയിട്ട് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ക്ലാസ്സിൽ പോകും. ഫസ്റ്റിലെ കുതിരപ്പുറത്ത് കയറ്റില്ല. ഫസ്റ്റിലെ അതിനുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കും. കുതിര എങ്ങനെയാണ്, കുതിരനെ കൺട്രോൾ ചെയ്യേണ്ട എങ്ങനെയാണെന്നൊക്കെ കുതിരൻ്റെ മേലെ കയറ്റാണ്ട് തന്നെ അതിനെ പ്രാക്ടീസ് കൊടുക്കും. അത് കഴിഞ്ഞിട്ടാണ് കുതിരയുടെ പുറത്ത് നമ്മൾ കയറ്റി തുടങ്ങണത്. 10 വർഷത്തിലധികമായി താഹിർ കുതിരയെ വളർത്തുന്നുണ്ട്. നിലവിൽ ഹൈറയും ഹൈറയുടെ കുഞ്ഞ് റാംബോയും ഉൾപ്പെടെ 3 കുതിരകൾ താഹിറിന്റെ പക്കലുണ്ട്. വൈകാതെ കുതിര സവാരി പരിശീലനം ആരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ് താഹിർ. തീരമേഖലയിലെ സ്നേക്ക് റെസ്ക്യൂ പ്രവർത്തകൻ കൂടിയാണ് താഹിർ. 5 വയസ്സുകാരി ഐഷയുടെ കുതിര സവാരിയും അവളുടെ കടിഞ്ഞാൺ നിയന്ത്രണത്തിൽ അനുസരണയോടെ നടക്കുന്ന ഹൈറയും നാട്ടുകാർക്ക് കൗതുക കാഴ്ചയായി മാറുകയാണ്. TCV കൊടുങ്ങല്ലൂർ. വടക്കാഞ്ചേരി മഹാത്മാ കെയർ ആൻഡ് ഷെയർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പാലിയേറ്റീവ് കെയർ യൂണിറ്റിലേക്ക് വടക്കാഞ്ചേരിയിലെ പ്രമുഖ വ്യവസായ യൂണിറ്റ് മെഡിക്കൽ ഉപകരണങ്ങൾ കൈമാറി. അബ്ദുൽ സലാമിൽ നിന്നും ട്രസ്റ്റ് ചെയർമാൻ K അജിത് കുമാർ പാലിയേറ്റീവ് ഉപകരണങ്ങൾ ഏറ്റുവാങ്ങി. സെക്രട്ടറി ജിജോ കുര്യൻ, PJ രാജു, ശശി മംഗലം, കുട്ടൻ മച്ചാട്, മുഹമ്മദ് മുസ്തഫ, ദുർഗാദാസ് എന്നിവർ പങ്കെടുത്തു. കുഴിക്കാട്ടുശ്ശേരി ഗ്രാമികയിൽ ഞായറാഴ്ച മലയാള കവിതാ ദിനം ആചരിക്കും. കവിതപ്പെയ്ത്ത് എന്ന പേരിലുള്ള കവിതാ ദിനാചരണത്തിന് 5 കവികൾ ചേർന്നുള്ള മലയാള കവിതയുടെ കൊടിയേറ്റത്തോടെ തുടക്കമാകുമെന്ന് സംഘാടകർ അറിയിച്ചു. ഗ്രാമിക സെക്രട്ടറി EK മോഹൻദാസ്, സാഹിതി ഗ്രാമിക ചെയർമാൻ PB ഋഷികേശ്, കൺവീനർ അനീഷ്, ഹാറൂൺ റഷീദ്, ജോയിന്റ് കൺവീനർ MC സന്ദീപ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷൻ DRM ജനുവരി ആദ്യവാരം സ്റ്റേഷൻ സന്ദർശിക്കുമെന്ന് തിരുവനന്തപുരം റെയിൽവേ മാനേജർ ഉറപ്പു നൽകിയതായി MP രമ്യ ഹരിദാസിന്റെ പ്രതിനിധി PI ഷാനവാസ് പറഞ്ഞു. തിരുവനന്തപുരം റെയിൽവേ ഡിവിഷന്റെ കീഴിലുള്ള DRUCC മെമ്പർമാരുടെ 77ാമത് യോഗം തിരുവനന്തപുരത്ത് ഡിവിഷൻ റെയിൽവേ മാനേജറുടെ അധ്യക്ഷതയിൽ നടന്നു. ഹൈലെവൽ പ്ലാറ്റ്ഫോം നിർമ്മാണം, ഭിന്നശേഷിയുള്ളവരുടെ യാത്രാ സൗകര്യാർത്ഥം റാമ്പ് നിർമ്മിക്കാമെന്ന് ഉറപ്പു നൽകിയതായും PI ഷാനവാസ് പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റിന്റെ വിവിധ ക്ഷേമ പദ്ധതികളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്ര പുന്നയൂർ പഞ്ചായത്തിൽ പര്യടനം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ ഉദ്ഘാടനം നിർവഹിച്ചു. MV ബിനു അധ്യക്ഷത വഹിച്ചു. തൃശൂർ ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രം ഡയറക്ടർ കൃഷ്ണമോഹൻ, ചാവക്കാട് BLBC കൺവീനർ PB ബിനു, കൃഷി വിജ്ഞാന കേന്ദ്രം അസിസ്റ്റന്റ് പ്രൊഫസർ രാജീവ് പ്രസാദ്, ഫാക്ട് പ്രതിനിധി മഞ്ജു തുടങ്ങിയവർ സംസാരിച്ചു.
കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ വടക്കാഞ്ചേരി നിയോജകമണ്ഡലം സമ്മേളനം ജില്ലാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വിരമിച്ച വയോജനങ്ങളായ പെൻഷൻകാർക്ക് കൊടുക്കാനുള്ള ക്ഷാമബത്തയും കുടിശ്ശികയും കൊടുക്കാതെ ഗവൺമെന്റ് ബുദ്ധിമുട്ടിക്കുകയാണെന്ന് സമ്മേളനം വിലയിരുത്തി. നിയോജകമണ്ഡലം പ്രസിഡന്റ് CN വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി CC വിൻസെന്റ്, മുൻ MLA TV ചന്ദ്രമോഹൻ, കോൺഗ്രസ് അടാട്ട് മണ്ഡലം പ്രസിഡന്റ് സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വടക്കേക്കാട് പഞ്ചായത്തിൽ നവീകരിച്ച പ്രിയദർശിനി റോഡിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീൽ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ KV റഷീദ്, പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രുഗ്മ്യ സുധീർ എന്നിവർ പങ്കെടുത്തു. 10 ലക്ഷം രൂപ ചെലവിലാണ് റോഡ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. എൽത്തുരുത്ത് സെന്റ് അലോഷ്യസ് കോളേജും പൂനെ ക്രൈസ്റ്റ് കോളേജും സംയുക്തമായി അന്തർദേശീയ കോൺഫറൻസ് സംഘടിപ്പിച്ചു. ഉസ്ബെക്കിസ്ഥാനിലെ ശാരദ യൂണിവേഴ്സിറ്റി പ്രൊഫസറും അസോസിയേറ്റ് ഡീനുമായ ഡോക്ടർ ശങ്കർ ഗണേഷ് ഇന്നൊവേഷൻ ആൻഡ് സസ്റ്റൈനബിൾ പ്രാക്ടീസസ് ഇൻ ബിസിനസ് മാനേജ്മെന്റ് എന്ന വിഷയത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തി. സെന്റ് അലോഷ്യസ് കോളേജ് മാനേജർ ഫാദർ തോമസ് ചക്രമാക്കിൽ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്തു. പൂനെ ക്രൈസ്റ്റ് കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ ഫാദർ അരുൺ ആന്റണി ചുള്ളി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ചാക്കോ ജോസ്, ഫാദർ അരുൺ ജോസ്, ഡോക്ടർ TK പയസ്, ഡോക്ടർ ലിബിസൺ തുടങ്ങിയവർ സംസാരിച്ചു. നെല്ലുവായി ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ വൈകുണ്ഠ ഏകാദശിയോടനുബന്ധിച്ചുള്ള കലാസാംസ്കാരിക പരിപാടികൾക്ക് തുടക്കമായി. കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ B അനന്തകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ അധ്യക്ഷത വഹിച്ചു. ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചുണ്ടലാത്ത്, കേരള കലാമണ്ഡലം ഭരണസമിതി അംഗം TK വാസു, ബാലതാരം ശിവാനി എന്നിവർ മുഖ്യാതിഥികളായി. TCV റിപ്പോർട്ടർ റഷീദ് എരുമപ്പെട്ടി, മാധ്യമപ്രവർത്തകൻ KN നിബേഷ്, നാദസ്വര കലാകാരൻ തിച്ചൂർ ഉണ്ണികൃഷ്ണൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് കലാമണ്ഡലം നാരായണൻ നായർ, പഞ്ചായത്ത് അംഗം MC ഐജു, തിരുവല്ലുവാമല ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ KK കല, ദേവസ്വം ഓഫീസർ PB ബിജു, ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി NK ഗോപാലൻ എന്നിവർ പങ്കെടുത്തു. തുടർന്ന് എരുമപ്പെട്ടി ഉമാമഹേശ്വര നൃത്തവിദ്യാലയം അവതരിപ്പിച്ച നൃത്തനൃത്യങ്ങൾ അരങ്ങേറി. ശ്രീനാരായണപുരം പള്ളിനടയിൽ ബസ്സിടിച്ച് സൈക്കിൾ യാത്രികൻ മരിച്ചു. കൊടുങ്ങല്ലൂർ ലോകമല്ലേശ്വരം സ്വദേശി പുളിക്കത്തറ വീട്ടിൽ 70 വയസ്സുള്ള അയ്യപ്പനാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ അയ്യപ്പനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും മരണം സംഭവിച്ചു. മതിലകം പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. 100 ദിന കർമ്മപരിപാടിയുമായി മുരിയാട് പഞ്ചായത്ത് ഭരണസമിതി. എല്ലാ വാർഡുകളിലും വയോജന ക്ലബ്ബുകളുടെ രൂപീകരണം, വിവിധ വാർഡുകളിൽ നിർമ്മാണം പൂർത്തീകരിച്ച 50 ലൈഫ് വീടുകളുടെ താക്കോൽദാന കർമ്മം തുടങ്ങിയ നിരവധി പദ്ധതികളാണ് 100 ദിനങ്ങൾ കൊണ്ട് നടപ്പാക്കുന്നതിനു വേണ്ടി പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത്. പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ് നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് J ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി ഗോപി, സെക്രട്ടറി റജി പോൾ, ക്ഷേമകാര്യ സമിതി ചെയർപേഴ്സൺ സരിത സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി നാട്ടുകൂട്ടം കലാസമിതിയുടെ നേതൃത്വത്തിൽ 22-ന് കരോക്കെ പാട്ട് മത്സരം നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കാവിലെ പാട്ട് മത്സരം എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന പരിപാടി വൈകിട്ട് 5-ന് എരുമപ്പെട്ടി യുണൈറ്റഡ് ടർഫിലാണ് നടത്തുന്നത്. മുൻകൂട്ടി രജിസ്ട്രേഷൻ നടത്തുന്ന 25 പേർക്കാണ് പാട്ട് മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയുക. വാർത്താസമ്മേളനത്തിൽ കലാസമിതി പ്രസിഡന്റ് TT ഷാജു, സെക്രട്ടറി സജി പാഞ്ചു, ട്രഷറർ PS മനു എന്നിവർ പങ്കെടുത്തു. വികലാംഗ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ അവിണിശ്ശേരി യൂണിറ്റിന്റെ 6ാം വാർഷിക സമ്മേളനവും കുടുംബസംഗമവും ഞായറാഴ്ച പാലിശ്ശേരി ഗുരുശ്രീ വിദ്യാനികേതനം സ്കൂളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വാർഷിക സമ്മേളനം CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്യും. യൂണിറ്റ് പ്രസിഡന്റ് PK ചന്ദ്രൻ അധ്യക്ഷത വഹിക്കും. വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് PK ചന്ദ്രൻ പുറത്താള, സെക്രട്ടറി R രമേശൻ, ജോയിന്റ് സെക്രട്ടറി VK ആന്റണി, ട്രഷറർ AG മാധവൻ എന്നിവർ പങ്കെടുത്തു. ചാലക്കുടി ആനമല റോഡിലെ ബസ് സ്റ്റോപ്പിൽ നിന്ന് വിൽപ്പനയ്ക്കായി കൊണ്ടുപോയിരുന്ന 18 ലിറ്റർ വിദേശമദ്യം എക്സൈസ് ഉദ്യോഗസ്ഥർ പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് അതിരപ്പള്ളി പിള്ളപ്പാറ അച്ചാടൻ വീട്ടിൽ പോൾസൺ അറസ്റ്റിലായി. ചാലക്കുടി ബിവറേജ് ഔട്ട്ലെറ്റിൽ നിന്നുമാണ് മദ്യം വാങ്ങിയത്. എക്സൈസ് ഇൻസ്പെക്ടർ ബിജു ദാസ്, പ്രിവന്റീവ് ഓഫീസർമാരായ KS സതീഷ് കുമാർ, PP ഷാജി,
ജെയ്സൺ ജോസ് എന്നിവർ മദ്യം പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. തൃപ്രയാർ പാലത്തിനു സമീപം ആനയിടഞ്ഞു. കൊമ്പൻ പുതൃക്കോവിൽ പാർത്ഥസാരഥിയാണ് ഇടഞ്ഞത്. ഇടഞ്ഞ ആന 4 വാഹനങ്ങൾ തകർത്തു. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ കുത്തിവയ്പ്പിനെ തുടർന്ന് 7 വയസ്സുകാരന് നടക്കാൻ കഴിയാതെയായ സംഭവം. ആരോപണ വിധേയയായ ഡോക്ടറെയും അന്വേഷണ വിധേയമായി ജോലിയിൽ നിന്നും മാറ്റി. പഴഞ്ഞി പേങ്ങാമുക്കിൽ വീടിന് തീപിടിച്ചു. വസ്ത്രങ്ങളും ഫർണിച്ചറും ഇലക്ട്രോണിക് ഉപകരണങ്ങളും കത്തിനശിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ KP വിശ്വനാഥന് അന്ത്യാഞ്ജലി. പുതുക്കാട് പാർട്ടി ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ 100 കണക്കിന് പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. സംസ്കാരം ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3-ന് പാറമേക്കാവ് ശാന്തിഘട്ടിൽ. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.